വോട്ട് ചോരി തന്നെയാണ് വിഷയം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ഇലക്ഷൻ കമ്മീഷനെതിരെ ഉയർത്തിവിട്ട വ്യാപകമായ ആരോപണം അത് വീണ്ടും ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് പ്രതിപക്ഷ എം പിമാർ അണിനിരന്ന 300ഓളം എം പിമാർ അണിനിരന്ന സമരം നടക്കുകയുണ്ടായി. എം പിമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നടക്കേണ്ടിയിരുന്ന ചർച്ച മുടങ്ങുന്ന അവസ്ഥയുണ്ടായി. ഏതായാലും നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ തന്നെ ഇതിനൊരു തുടർച്ചയുണ്ടാവുകയാണ്. രാജ്യത്ത് ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അതിനിടെ രാഹുൽ ഗാന്ധി ഇവിടെ പതിപ്പിച്ച ആറ്റം ബോംബിൻ്റെ ഒരു അംശം നമ്മുടെ കേരളത്തിലെ സ്വന്തം തൃശ്ശൂരിലേക്കും എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ വിഷയമൊക്കെയാണ് ഇന്ന് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ആശങ്കപ്പെട്ടതുപോലെ ഇതിനൊരു തുടർച്ച എങ്ങനെയായിരിക്കും എന്നതിനനുസരിച്ചിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് ചോരിയുടെ ഒരു ആഘാതം എന്നായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനൊരു നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ തുടർച്ച ഉണ്ടാകുന്നു എന്ന് തന്നെയാണോ കാണേണ്ടത്? ഉദ്ദേശിച്ച രൂപത്തിൽ തുടർച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ കാണണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രതിപക്ഷം അത് ഏറ്റെടുത്തൊരു രീതി ഉണ്ടല്ലോ. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പ്രതിനിധി സംഘം കാണണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ 2 പേരെ മാത്രമേ അനുവദിക്കാൻ പറ്റുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. അങ്ങനെ അത് മാത്രമല്ല, രാഹുൽ ഗാന്ധിയോട് തുടർച്ചയായിട്ട് നിങ്ങൾ സത്യവാങ്മൂലം സഹിതം പരാതി എഴുതി തരണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു ഇമോഷനുണ്ട്. മാത്രമല്ല, ഈ ആരോപണത്തിൻ്റെ പിറകെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും യോജിച്ച് നിൽക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു പ്രകടനമാണ് നമ്മൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് എം പിമാർ നടത്തിയ മാർച്ചിൽ കണ്ടത്. അതോടുകൂടെ ഇത് ടേക്കപ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് മാധ്യമങ്ങൾ എത്തിപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടായി. ആദ്യഘട്ടത്തിൽ നാഷണൽ മീഡിയ രാഹുൽ ഗാന്ധിയുടെ ഈ വാർത്താ സമ്മേളനം തന്നെ പൂർണ്ണമായും കാണിക്കാൻ അവർ തയ്യാറായില്ല. അതിനുശേഷം അതേക്കുറിച്ച് വലിയ വാർത്തകളിലേക്കൊന്നും അവർ പോകാനും തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്നലത്തെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർച്ച്, അതിനോടുള്ള പോലീസിൻ്റെ നടപടി, ഇതൊക്കെ കൂടെ ആയപ്പോഴത്തേക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളെത്തി. അതുകൊണ്ട് തന്നെ ഇനി ഇത് തുടർന്നു കൊണ്ടുപോകും എന്ന് തന്നെ നമ്മൾ വിചാരിക്കും. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി കുറേ കൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഇതൊരു ഇൻ്റർവെൽ ആയിട്ടുള്ളൂ, ഇനിയും ചിത്രം ബാക്കിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതായത് കൂടുതൽ മണ്ഡലങ്ങളിലെ വിവരങ്ങൾ ഒരുപക്ഷെ പുറത്തേക്ക് വന്നേക്കാം. ഇപ്പോൾ ഒരു മണ്ഡലത്തിലെ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ മറ്റ് മണ്ഡലങ്ങളിലുള്ള വിവരങ്ങൾ പരിശോധിക്കാൻ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തയ്യാറാവുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മളിവിടെ തൃശ്ശൂർ കണ്ടത്. തൃശ്ശൂർ ഇപ്പോൾ വലിയ ഗഹനമായ ഗവേഷണമൊന്നും വോട്ടർ പട്ടിക എടുത്ത് നടത്തിയിട്ടില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒരു നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഈ 6 മാസം നീണ്ട ഒരു പരിശോധന നടത്തിയിട്ടാണ് ഇത്തരം വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ വിവരം പുറത്തേക്ക് വന്നതിന് തൊട്ടുപുറകെ തൃശ്ശൂരിൽ നിന്ന് വളരെ സ്വാഭാവികമായിട്ട് വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. തൃശ്ശൂർ അത് പുറത്തേക്ക് വരാൻ വേറെയും കാരണമുണ്ട്. കാരണം വെച്ചാൽ തൃശ്ശൂർ ഈ വിവരം ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പേ തന്നെ സംശയിക്കപ്പെട്ടിരുന്നു. മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നു എന്നുള്ള ആക്ഷേപം തൃശ്ശൂരത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും പ്രവർത്തകരൊക്കെ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അന്ന് പക്ഷേ അത് വേണ്ട രീതിയിൽ പ്രതിഫലിക്കപ്പെട്ടില്ല. ചില പരാതികൾ, ഇപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്നുണ്ടായിരുന്നു, അവർ ഇത് കണ്ടെത്തുകയും വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കുകയും ആ വ്യാജമായി ചേർത്തവരിൽ ഒരാൾക്ക് പോലും വോട്ട് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്തു ഇന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അതായത് ആ പ്രോസസ്സ് അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും പ്രാദേശിക തലത്തിൽ ഇങ്ങനെ പാർട്ടി പ്രവർത്തകരുടെ ഇടപെടലുകളും വോട്ട് ചെയ്യാൻ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാം അങ്ങനെയാണെന്നല്ല, ചിലയിടത്തേ ഇത് നടന്നിട്ടുണ്ടാവുള്ളൂ. മിക്കവാറും ഇവർ ചേർത്ത വോട്ടുകളൊക്കെ പോൾ ചെയ്തിട്ടും ഉണ്ടാവും. ഇപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നൊക്കെ കൂട്ടത്തോടെ ആളുകളെ തൃശ്ശൂർ നഗരത്തിൽ പല ഭാഗങ്ങളിലുള്ള ഫ്ലാറ്റുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ വോട്ട് ചേർക്കുന്നു എന്നുള്ള ആക്ഷേപമൊക്കെ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തൃശ്ശൂർ വന്നു. ഒരുപക്ഷെ ഇനി മറ്റ് മണ്ഡലങ്ങളിലും ഇത്തരം പരിശോധനകൾക്ക് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ RJDയുടെയോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെയോ ഒക്കെ പ്രവർത്തകർ ഈ വോട്ടർ പട്ടിക പരിശോധിക്കാൻ ഒരുപക്ഷെ തുടർന്നുള്ള ദിവസങ്ങളിൽ ശ്രമം നടത്തി. അതോടെ ചിലപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങും. വിവരങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരാൻ തുടങ്ങുന്നതോടെ തന്നെ ഇത് മാധ്യമങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരും, ജനങ്ങൾക്കിടയിൽ ചർച്ചയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ
ആ ദിവസം പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരുപക്ഷെ ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. റൈറ്റ്. നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഇപ്പോൾ ബംഗളൂരുവിലെ മഹാദേവപുര നിയമസഭാ ലോക്സഭാ മണ്ഡലമാണെങ്കിലും അതോടൊപ്പം ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ മഹാദേവപുര മണ്ഡലത്തിൽ അതാണെങ്കിലും ഇനിയിപ്പോൾ തൃശ്ശൂരാണെങ്കിലും ഇവിടെയൊക്കെ ബൂത്ത് ലെവൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ വളരെയധികം സജീവമായ മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർഡ് തലത്തിൽ തന്നെ പലപ്പോഴും ഇവർക്ക് സംശയിക്കാൻ സാധ്യമായ രൂപത്തിൽ ആണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതൊക്കെ കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്. ഞാൻ ആലോചിക്കുന്നത് ഇന്ത്യയിലെ മറ്റു മണ്ഡലങ്ങളെക്കുറിച്ചാണ്. BJP ഇത്രയധികം ആധിപത്യം പുലർത്തുന്ന, ഇപ്പം ഒരു ചോറ് വെന്തോന്ന് നോക്കാൻ 1-2 വറ്റെടുത്ത് നോക്കിയാൽ മതിയാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ മറ്റു മണ്ഡലങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സാലിം സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം അത് വെച്ചാൽ നമ്മളിപ്പോൾ പരിശോധിച്ച അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള 2 മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ബാംഗ്ലൂർ സെൻട്രലും ഒന്ന് തൃശ്ശൂരുമാണ്. ഇത് രണ്ടും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോഴും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. താഴെ തലത്തിൽ കർണാടകയിൽ കോൺഗ്രസ് പാർട്ടിക്ക് താഴെ തലത്തിൽ പ്രവർത്തകരുണ്ട്, സംഘടനാ സംവിധാനമുണ്ട്. ആ സംഘടനാ സംവിധാനത്തെ വളരെ സജീവമായി നയിക്കാൻ പാകത്തിലുള്ള ലീഡർഷിപ്പും അവിടെയുണ്ട്. ഇപ്പോൾ DK ശിവകുമാറിനെ പോലെയോ സിദ്ധരാമയ്യയെ പോലെയോ അല്ലെങ്കിൽ ഒരു ഒട്ടനവധി നേതാക്കൾ അവിടെയുണ്ട്. താഴെ തലത്തിൽ സംവിധാനമുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഈ തട്ടിപ്പ് നടക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കണം. തൃശ്ശൂരേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് മാത്രമല്ല CPIM-നും ഇടതുപക്ഷത്തെ മറ്റ് പാർട്ടികൾക്കും താഴെ തലത്തിൽ സംഘടനാ സംവിധാനമുള്ളൊരു സ്ഥലമാണ് തൃശ്ശൂർ. എന്നിട്ട് പോലും അവിടേക്ക് പുറത്തുനിന്ന് വോട്ട് കൊണ്ടുവന്ന് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളെ അവിടെ വോട്ട് ചേർത്തോ, അല്ലെങ്കിൽ അയാളുടെ സഹോദരന് കുടുംബത്തെയും വോട്ട് ചേർത്തോ, സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ വോട്ട് ചേർത്തോ നമുക്ക് വലിയ പരാതിയായിട്ട് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കളെ കൊണ്ടുവന്ന് ചേർക്കുന്നു എന്ന് വിചാരിക്കുക. സുരേഷ് ഗോപി അവിടെ ആയതുകൊണ്ട് അയാൾക്കൂടെ സ്ഥിരമായിട്ടുള്ള ഡ്രൈവറും അങ്ങോട്ട് താമസം മാറ്റി അവിടെ വോട്ട് ചേർത്തു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുക. അതൊക്കെ വിശ്വസിക്കുകയാണ്. അങ്ങനെ അതിൽ നമ്മൾ പരാതി പറയുന്നില്ല എന്ന് വിചാരിക്കുക. എങ്കിൽ പോലും പാലത്തൂർ മണ്ഡലത്തിലെ പല വോട്ടർമാരെയും എങ്ങനെയാണ് തൃശ്ശൂർ നഗരത്തിലെ ഒരു ഫ്ലാറ്റിലേക്ക് അഡ്രസ്സ് മാറ്റി അവിടെ വാടക ചീട്ടുണ്ടാക്കി 6 മാസമായിട്ട് താമസിക്കുന്നു എന്ന് കാണിച്ച് വോട്ട് ചേർക്കുക. ആ വോട്ടർ പട്ടിക പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രാദേശികമായ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും പ്രവർത്തകർ നോക്കുമല്ലോ. ഇപ്പോൾ ഇവർ ഇത്രയും കാലമായിട്ട് ഇവിടെ താമസിച്ചിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ സംവിധാനം ഉള്ളിടത്ത് പോലും, അങ്ങനെ നോക്കാൻ സംവിധാനം ഉള്ളിടത്ത് പോലും ഇങ്ങനെ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് ചേർത്ത് വോട്ട് ചെയ്യിക്കാൻ BJP ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ, അത് കേരളത്തിലും കർണാടകത്തിലും ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ, മധ്യപ്രദേശിലോ ഛത്തീസ്ഗഡിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള താഴെ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സാന്നിധ്യം പ്രവർത്തനം കുറവായ സംസ്ഥാനങ്ങളിൽ നേതൃത്വത്തിലൊക്കെ ആളുണ്ടാവും. പക്ഷേ താഴെ തലത്തിലേക്ക് നമ്മൾ പലപ്പോഴും കോൺഗ്രസിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷമായ പല സംസ്ഥാനങ്ങളിലും അവർക്ക് സംഘടനാ ശരീരം വളരെ ദുർബലമാണ്, അല്ലെങ്കിൽ സംഘടനാ സംവിധാനം തീർത്തും ദുർബലമാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ മധ്യപ്രദേശ് നോക്കിയാൽ അത് വളരെ എവിഡൻ്റാണ്, ഛത്തീസ്ഗഡിൽ എവിഡൻ്റാണ്, അതുപോലെ ഉത്തർപ്രദേശിൽ എവിഡൻ്റാണ്. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും അത് വളരെ എവിഡൻ്റാണ്. അവിടെയൊക്കെ ഏത് വിധത്തിലായിരിക്കും ഈ വോട്ട് മാറ്റി ചേർത്തിട്ടുണ്ടാവുക എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അത് മാത്രമല്ല, ഈ പല ഘട്ടങ്ങളിലായിട്ടാണല്ലോ ഈ സംസ്ഥാനങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് നടത്തുക. അപ്പോൾ പല മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ അവിടെയുള്ള മണ്ഡലങ്ങളിലെ ആളുകളുടെ പേര് ഇവിടെയും ചേർത്തിട്ടുണ്ടാവും. ഇവരിവിടെ വോട്ട് ചെയ്തതിന് ശേഷം അടുത്ത ഘട്ടം വോട്ട് നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് പോയിട്ട് അവിടെയും വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ സംശയിക്കേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അത്ര ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പക്ഷേ ഇത് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ കരുതണം. അതുകൊണ്ടാണ് ഇപ്പോൾ ആലത്തൂരും തൃശ്ശൂരും വോട്ട് ചേർക്കുമ്പോൾ, ആലത്തൂരും തൃശ്ശൂരും അടുത്തടുത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. രാവിലെ തൃശ്ശൂർ വോട്ട് ചെയ്തിട്ട് ഇവർക്ക് വേണമെങ്കിൽ തിരിച്ച് ആലത്തൂർ പോയി വീണ്ടും വോട്ട് ചെയ്യാം. ആലത്തൂരും കഴിഞ്ഞ തവണ BJP അവകാശപ്പെടുന്ന വലിയ തോതിൽ വോട്ട് കൂടിയെന്നാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഇനിയിപ്പോൾ അപ്പുറത്ത് കൊണ്ടുപോയി ഈ തൃശ്ശൂരിൽ വോട്ട് ചെയ്ത ആളുകളെ ആലത്തൂർ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല. ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. താഴെ തലത്തിൽ പാർട്ടി സംവിധാനം, പ്രതിപക്ഷ പാർട്ടികളുടെ സംവിധാനം ഉള്ള സ്ഥലങ്ങളിൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ മറ്റിടങ്ങളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾ പരാതിത, ഞങ്ങൾ അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറി നിൽക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഊഹിക്കുന്നതിനേക്കാൾ വലിയ ഡയമെൻഷനുള്ള കണക്കായിരിക്കും ചിലപ്പോൾ പുറത്തേക്ക് വരിക. അവിടേക്ക് പോകരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് താല്പര്യമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഏതാണ്ട് സർക്കാരിൻ്റെ അധീനതയിലുള്ളൊരു ഏജൻസിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ താല്പര്യമുണ്ട്. അതുകൊണ്ടായിരിക്കും അവരിത് പുറത്തേക്ക് വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നത്. അപ്പോഴൊക്കെയും
ജനാധിപത്യ രാജ്യത്ത്, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ഇത്രയും കാലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്വതന്ത്ര ഭരണഘടന സ്ഥാപനം, ആ സ്ഥാപനത്തിന് നിർവഹിക്കേണ്ട ഒരു റോളുണ്ടായിരുന്നു. അതിൻ്റെ വിശ്വാസ്യതയിലാണ് ഇപ്പോഴുള്ള ഈ സമരങ്ങളും ചർച്ചകളും ഒക്കെ. ആ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട ഒരു രീതി ഇതാണോ? അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയ ഇത് പരിശോധിക്കാൻ തയ്യാറാകേണ്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതാണ് അവരുടെ ഉത്തരവാദിത്വം. കാരണം ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പരമപ്രധാനമായൊരു പ്രക്രിയ വിശ്വാസയോഗ്യമായി നടത്തുക എന്ന് പറയുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക എന്നുള്ളത് അവരുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. അതിന് പരാതി വേണം, പരാതി കിട്ടിയാലേ ഞങ്ങൾ പരിശോധിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് ഉത്തരവാദിത്തം എന്നുള്ള ഒഴിച്ചോടലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇതിപ്പോൾ ഇതുകൊണ്ട് തീരും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ സൗത്തിലെ ഒരു മണ്ഡലത്തിലെ കാര്യം പറഞ്ഞു, അത് 1-2 ദിവസം ചർച്ചയാകും, അതോടുകൂടി ഈ പ്രശ്നം തീരും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകേണ്ടതില്ല. പിന്നെ നിയമപരമായ പരിഹാരം തേടുക എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ നടക്കില്ല എന്നുള്ള ബോധ്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. കാരണം വെച്ചാൽ ഇലക്ഷൻ പ്രൊസീജിയർ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇത് തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാം. അപ്പോൾ ഇതൊരു തൽക്കാലത്തേക്കുള്ളൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ നിൽക്കും. 1-2 ദിവസമൊക്കെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒരു പാർലമെൻറ്റിൻ്റെ സെഷനൊക്കെ കഴിയുന്നവരെ അവർ മുന്നോട്ട് കൊണ്ടുപോകും. കൂടിയാൽ ഇപ്പോൾ ഒരു മാസവും കൂടെ, അത് കഴിഞ്ഞാൽ ഇതങ്ങ് നിന്നു പോകും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിക്കുന്നത്. ആ ഒരു ധൈര്യത്തിലാണ് അവർ പറയുന്നത് നിങ്ങൾ പരാതി ഇനി പരാതി തന്നാൽ തന്നെ പരാതിയുടെ പുറത്ത് പരിശോധന നടത്താൻ ഞങ്ങൾക്ക് സമയം വേണം എന്ന് അവർക്ക് പറയാം. അത് വെച്ചിട്ട് അത് നീട്ടിക്കൊണ്ടുപോകാം. ഇങ്ങനെ പല സാധ്യതകൾ അവരുടെ മുമ്പിലുണ്ട്. അത് വെച്ചിട്ടാണ് അവരിതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് അവിടെ നിൽക്കും എന്ന് തോന്നുന്നില്ല. കാരണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് എടുക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും അത് തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇത് അവിടെ നിൽക്കും എന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ പല പ്രദേശങ്ങളിൽ നിന്ന് സമാനമായ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണെങ്കിൽ കോടതികൾക്ക് തന്നെ ഇത് ഒരുപക്ഷെ കേൾക്കേണ്ടി വരും. ഇത് ഒരിടത്തെ കേസാകുമ്പോൾ മാത്രമാണല്ലോ കോടതിക്ക് തെരഞ്ഞെടുപ്പ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇത് പല ഭാഗത്തു നിന്നായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ കോടതിക്ക് അത് കേൾക്കാതിരിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവിടേക്ക് എത്തിക്കാൻ പ്രതിപക്ഷവും ജനങ്ങളും, ഇത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണല്ലോ, നമ്മളും പൗരന്മാരാണല്ലോ, അപ്പോൾ നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണല്ലോ, അപ്പോൾ നമ്മളും അതിന് ശ്രമിക്കുക എന്ന് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരുക, ഇതിനോട് റിയാക്ട് ചെയ്യാതിരിക്കുക. ഇത് തൽക്കാലം എന്താ പറയുക, അധികം വൈകാതെ അടങ്ങിക്കൊള്ളും എന്ന പ്രതീക്ഷയിലാണ് അവരിയ്ക്കുന്നത്. നേരത്തെ തന്നെ വിശ്വാസ്യതയില്ലാത്ത ഒരു സ്ഥാപനത്തിന് അവരുടെ വിശ്വാസ്യത കുറച്ചുകൂടി നഷ്ടപ്പെടുന്നതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലല്ലോ. ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് കേട്ടിട്ടില്ലേ? ആ അവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നതിൻ്റെ ഇടയിൽ വോട്ടർ ഡാറ്റ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്ത്, അതായത് ഡിജിറ്റൽ ഡാറ്റ നീക്കം ചെയ്ത് സ്കാൻഡ് കോപ്പി വീണ്ടും ചെയ്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ഒരു സംഭവം പുറത്തു വന്നിരുന്നു. ബീഹാറിലും എന്തൊക്കെയോ SIR സ്വാഭാവികമായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ബീഹാറിൽ ഇപ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ റിവിഷൻ നടക്കുമ്പോൾ തന്നെ ബീഹാറും ഉത്തർപ്രദേശും അതിർത്തി പങ്കിടുന്ന പല മണ്ഡലങ്ങളുണ്ട്, ചില മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഉത്തർപ്രദേശിലുള്ള കുറേ വോട്ടർമാർ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഈ പുതിയതായിട്ട് പേര് ചേർത്തിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഡെലിബറേറ്റ് ഡിലീഷൻസ് മാത്രമല്ല, ഈ സൗകര്യപൂർവ്വമായിട്ടുള്ള അഡീഷൻസും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നുള്ള സംശയം അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കണമെങ്കിൽ ഈ ഡിജിറ്റൽ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പരിശോധിക്കാം. ഇത് അങ്ങനെ പരിശോധിക്കരുതെന്ന് ഉറപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ബീഹാറിലിപ്പോൾ താഴെ തലത്തിൽ അത്ര സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധന നടക്കില്ല എന്ന് തോന്നുന്നതുകൊണ്ട് പേപ്പറും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. വോട്ടർ പട്ടിക കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ വോട്ടർ പട്ടിക കൊടുത്തിട്ടുണ്ട്. അത് പ്രിൻ്റ് എടുത്ത് പരിശോധിച്ച് ആദ്യത്തെ പേജിലുള്ള പേരുകാരൻ അവസാനത്തെ പേജിലുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ അത് അത്രയും സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. ഇപ്പോൾ അന്ന് ആ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നുണ്ടല്ലോ, ഒരാളുടെ ഫോട്ടോ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ ഡാറ്റ മുഴുവൻ ഈ ഫോട്ടോ വെച്ച് നമ്മൾ പരിശോധിച്ച് പോകണം. എന്നാലേ ഈ ഫോട്ടോ തന്നെയാണോ അടുത്ത പേജിലോ അതിൻ്റെ അടുത്ത പേജിലോ അല്ലെങ്കിൽ 10ാമത്തെ പേജിലോ 100ാമത്തെ പേജിലോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. ഇത്രയും സൂക്ഷ്മമായൊരു പരിശോധനയ്ക്ക് പോകണമെങ്കിൽ അത്രയും മെനക്കെടണം. താഴെത്തട്ടിലൊന്നും അത്രയും മെനക്കെടില്ല എന്ന്
എന്നുള്ളൊരു ബോധ്യമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് പക്ഷേ ഡിജിറ്റൽ ഡോക്യുമെൻ്റ് കൊടുക്കുകയാണെങ്കിൽ ഇത് പരിശോധന വളരെ എളുപ്പമാണ്. അത് ചെയ്യാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഡിജിറ്റൽ സാധനം മാറ്റിയിട്ട് ഈ സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം. പ്രിൻ്റ് ഔട്ട് എടുക്കാൻ തന്നെ എന്താ പറയുക, അതിൽ പൈസ കൊടുക്കണം. പൈസ അപ്പോൾ വലിയ പൈസ ഒന്നും ഉണ്ടാവില്ലായിരിക്കും, എന്നാലും ഒരു 10 പേജ് എടുക്കണമെങ്കിൽ 10 പേജിൻ്റെ പൈസ കൊടുക്കണമല്ലോ. ഈ 10 പേജ് തന്നെ സൂക്ഷ്മമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരിശോധിക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ ഈ മെനക്കേട് ഉള്ളതുകൊണ്ട് പലരും അതിന് തയ്യാറാവില്ല എന്ന പ്രതീക്ഷയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. പക്ഷേ പുതിയൊരു സാഹചര്യത്തിൽ അങ്ങനെ ആയിരിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും കോൺഗ്രസ് അത് ചെയ്തു. 40 അംഗ ടീമിനെ വെച്ച് 6 മാസം കൊണ്ട് ഒരു മണ്ഡലം പഠിച്ചു. സ്വാഭാവികമായും ഇത്തരം കള്ളി വെളിച്ചതായി. ഇനിയിപ്പോൾ കോൺഗ്രസ് തന്നെ പറയുന്നത് 48ഓളം മണ്ഡലങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങളുണ്ട്. പ്രതിപക്ഷം എന്തായാലും ഭിന്നതകളെല്ലാം മറന്ന് ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിരുന്നൊക്കെയുണ്ട്. നേതാക്കന്മാർക്ക് വേണ്ടി തുടർ നടപടികളൊക്കെ അതിൽ ചർച്ച ചെയ്യും എന്നാണ് കരുതുന്നത്. തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ അതിനിടെ ഇങ്ങനെ അത് ഭരിക്കുന്ന പാർട്ടികളും BJPയും തമ്മിലുള്ള ഒരു ഇടയിൽ നടന്ന ചർച്ചകളുടെ ഭാഗമായിട്ട് അവരുടെ കൂട്ടുകളിയൊക്കെ ആയിരിക്കാം ഇതിന് കാരണം, വിജയത്തിന് കാരണം എന്നുള്ള രൂപത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഇതിനിടയിലൂടെ പലരും ഉയർത്തിവിടുന്നതും കണ്ടു. അത് ഈ കൂട്ടായ മുന്നേറ്റത്തെ ബാധിക്കുന്ന ഇത്തരം പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പഠനമാണ് സത്യം പറഞ്ഞത്. 6 മാസം എടുത്ത് അവരെടുത്തതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. ആ വാർത്താ സമ്മേളനം നമ്മൾ മുഴുവൻ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കണക്ക് കൃത്യമായിട്ട് പറഞ്ഞ് ഇതിൻ്റെ ഉത്തരം ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. അല്ലാതെ ആരെങ്കിലും മോശക്കാരായിട്ട് കാണിക്കുകയോ ഇതിൻ്റെ എന്താ പറയുക വ്യക്തിപരമായ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ യാതൊന്നും രാഹുൽ ഗാന്ധി ചെയ്തിരുന്നില്ല. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം ഉന്നയിച്ച് കഴിയുമ്പോൾ നമ്മളിവിടെ വന്നിട്ട് അവിടെ സഹകരണ ബാങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ കള്ളവോട്ട് നടത്തിയ ആളുകളാണ്, ലോക്കൽ ബോഡി ഇലക്ഷനിൽ കള്ളവോട്ട് ശീലമാക്കിയ ആളുകളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് എളുപ്പമാണ്. കാരണം BJP ഇത് പതിവുള്ളൊരു പരിപാടിയാണ്, ഇവരൊക്കെ ഇതിൻ്റെ ആളുകളാണ്, ഇവരാണ് ഇപ്പോൾ ഈ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് BJPക്ക് വിശദീകരിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഈ ആരോപണം പുറത്തിറങ്ങിയതിൻ്റെ തൊട്ട് പുറകെ അന്നത്തെ ഡിസ്കഷനിൽ നമ്മളിത് പറഞ്ഞതാണ്. നമ്മളത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ട വോട്ട് എന്നുള്ളത് നേരത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, കേരളത്തിലുണ്ടായതാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് ആറ്റിങ്ങലിലെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇത് പുറത്തു വന്നതിൻ്റെ തൊട്ട് പുറകെ അന്ന് ആറ്റിങ്ങലിൽ മത്സരിച്ച് ഇപ്പോഴത്തെ UDF കൺവീനർ അടൂർ പ്രകാശ് മീഡിയയോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ പതിവാണ്, ഇത് CPMൻ്റെ രീതി BJP പകർത്തുകയാണ് ചെയ്തത് എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. അങ്ങനെയല്ല, ഇത് അങ്ങനെ എന്താ പറയുക, വളരെ ലളിതവൽക്കരിച്ച് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമല്ല രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു വിവേകം ദീർഘകാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച UDFൻ്റെ കൺവീനറായിട്ടിരിക്കുന്ന ആൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ദയനീയമായ അവസ്ഥ. എത്ര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ പറഞ്ഞത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. 7 അസംബ്ലി മണ്ഡലങ്ങളുണ്ട് ബാംഗ്ലൂർ സെൻട്രലിൽ. 6 കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. ഒരു അസംബ്ലി മണ്ഡലത്തിലെ ലീഡ് കൊണ്ട് മാത്രം BJP അവിടെ ജയിക്കുന്നു. അത്ര വലിയ മാനിപ്പുലേഷൻ അവിടെ നടന്നു. ഇതുപോലെ മാനിപ്പുലേഷൻ മറ്റിടത്തും നടന്നിട്ടുണ്ടാവാം. ഇതൊരു ആസൂത്രിതമായ പരിപാടിയാണ്, ഇലക്ഷൻ കമ്മീഷൻ്റെ അറിവോടുകൂടെ നടക്കുന്ന സംഗതിയാണ് എന്ന ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ ഇവിടെ അത് പതിവായി നടക്കുന്നൊരു കാര്യമാണ് എന്നുള്ള മട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആക്ഷേപത്തിൻ്റെയും അതിനെടുത്ത വർക്കിൻ്റെയും ആക്ഷേപത്തിൻ്റെ ബലം കുറയും, അതിൻ്റെ അടുത്ത് ജോലിയുടെ അതിൻ്റെ ഒരു പ്രയോജനം പോലും ഇല്ലാതാക്കുന്ന പണിയാണ് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനങ്ങനെയല്ല കാണുന്നത്. കേരളത്തിൽ ഇതില്ല എന്നല്ല, കേരളത്തിൽ ഇത് നടക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, ഭരണഘടനയെ അട്ടിമറിക്കാൻ, രാജ്യത്തിൻ്റെ സ്വഭാവം മാറ്റാൻ, രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കണമെന്ന ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം സംഘടിതമായി കള്ളവോട്ട് ചെയ്ത് അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതും ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ, ഇന്ത്യയിലെ എന്താ പറയുക 553 ലോക്സഭാ മണ്ഡലങ്ങളിൽ പെടുന്നതിൽ ഒരു 2-3 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു ഇരട്ട വോട്ടുണ്ടായി എന്ന് പറയുന്നതും തമ്മിൽ യാതൊരു സാമ്യവുമില്ല. അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകം ഈ പറയുന്ന ആളുകൾ കാണിക്കണം. അത് കാണിച്ചാൽ മാത്രമേ ഈ ആരോപണത്തിൻ്റെ ഗ്രാവിറ്റിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ LDF സർക്കാരായിരുന്നു.
LDF സർക്കാർ നിയോഗിച്ച ജില്ലാ കളക്ടറാണ് അവിടെ ജില്ലാ വരണാധികാരിയായിട്ടുണ്ടായിരുന്നത്. ആ LDF സർക്കാർ നിയോഗിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ്. അപ്പോൾ ഇവരെ നിയോഗിച്ച സർക്കാരിൻ്റെ പിന്തുണയോട് കൂടി തന്നെയാണ് ഇത് നടന്നത് എന്നുള്ള ആക്ഷേപമാണ്. ആ ആക്ഷേപവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോപണത്തെ ദുർബലപ്പെടുത്തുക ചെയ്യുന്നത്. കാരണം കർണാടകത്തിൽ ഭരിച്ചിരുന്ന കോൺഗ്രസ്സാണ്. കോൺഗ്രസ് നിയോഗിച്ച ജില്ലാ കളക്ടറാണ്. കോൺഗ്രസ് നിയോഗിച്ച ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ്. അവരുടെ കീഴിലാണ് ഇത് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അറിവോടുകൂടി നടന്നു എന്നാണോ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നത്? അപ്പോൾ ഈ എന്താണ് ഉന്നയിക്കപ്പെട്ട സംഗതി എന്ന് മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ ആ ആരോപണത്തെ ദുർബലപ്പെടുത്താൻ പാകത്തിലുള്ള നിർവചനങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുകയാണ് ഈ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും ഇത് പറയുന്നുണ്ട്. കർണാടകയിലെ ഒരു സഹകരണ മന്ത്രി ഇതിനിടയ്ക്ക് കോൺഗ്രസിന്റെ തന്നെ കാര്യം ഒരു പ്രസ്താവന നടത്തുകയും രാജി ഹൈക്കമാൻഡ് ചോദിച്ചു വാങ്ങുകയും ചെയ്തു. കാരണം വെച്ചാൽ അയാൾ പറഞ്ഞത് അയാൾ പറഞ്ഞതിലൊത്തൊരു കഴമ്പുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇത് താഴെത്തട്ടിൽ ഇത് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കുക, അന്ന് ഇത് ചൂണ്ടിക്കാണിച്ചില്ലല്ലോ എന്നുള്ള ആക്ഷേപമാണ് അയാൾ ഉന്നയിക്കുന്നത്. പക്ഷെ അതുപോലും ഇപ്പോൾ ഉന്നയിക്കുന്നത് ശരിയായ ഒരു കാര്യമായിരിക്കില്ല. കാരണം അത്രയും ഗുരുതരമായുള്ള ആക്ഷേപമാണ് രാഹുൽ ഗാന്ധി ഇത്രയും പണിപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയും ഇത്രയും പണിപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ അന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതെന്ന് പറയല്ലോ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ചെയ്യുന്നത്. ഏതാണ്ട് സമാനമായ പണിയാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ രാജ്യത്ത് പല മണ്ഡലങ്ങളിൽ? ആ വിധത്തിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണോ ഈ 240 സീറ്റെങ്കിലും BJP കിട്ടിയത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. 400 സീറ്റിലധികം ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞ് ആ കോൺഫിഡൻസോടെ രംഗത്തെത്തിയ പാർട്ടിക്ക് 240 സീറ്റാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയത്. ആ 240 സീറ്റ് തന്നെ ഇമാതിരി തട്ടിപ്പിലൂടെയാണ് കിട്ടിയത് എങ്കിൽ ജനങ്ങൾ എത്രത്തോളം എതിർപ്പോടുകൂടിയാണ് ഈ ഭരണ സംവിധാനത്തെ കണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ പോയിൻ്റ് കൂടെ ഉന്നയിക്കണം. പിന്നെ ധാർമ്മികമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം ഈ പറയുന്ന ലീഡേഴ്സിലൊക്കെ ഇവർ ചുമത്തണമല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ താഴേക്കുള്ള BJPയുടെയും സംഘപരിവാരത്തിൻ്റെയും നേതാക്കൾ മുഴുവൻ ധാർമ്മികമായ ഇതിന് ഉത്തരവാദികളാണല്ലോ. ആ ഉത്തരവാദിത്തം ചുമത്തുന്നതിന് പകരം ഇതിവിടെ പതിവായി നടന്നിരുന്നതാണ്. ഇവിടെ സഹകരണ സ്ഥാപനങ്ങളിലെ വോട്ട് ക്രമക്കേട് നടക്കാറില്ലേ, അവിടെ കള്ളവോട്ട് ചെയ്യുന്നവരല്ലേ, ഇവിടെ ഇരട്ട വോട്ട് ചേർത്തവരല്ലേ എന്ന് പറഞ്ഞ് 1-2 സ്ഥലങ്ങളിലെ ഉദാഹരണങ്ങൾ കൂട്ടിച്ചേർത്ത് ഇത് രണ്ടും തുല്യമാണ് എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നത് ഈ ആരോപണത്തെ ദുർബലപ്പെടുത്തുകയും ജനാധിപത്യ പ്രക്രിയയിൽ ഇപ്പോൾ പാർലമെൻറ്റിലെ MP-മാരൊക്കെ ഒരേ മനസ്സോടുകൂടെ ഒരുമിച്ച് നിന്ന് നടത്തുന്ന സമരത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നൊരു പണിയാണ്. അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ടാണ് ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. ഏതായാലും പാർലമെൻറ്റിൽ പ്രതിപക്ഷ MP-മാർ ഒന്നടങ്കം മാർച്ച് നടത്തുകയും ഈ വോട്ട് ചോരി അതൊരു മുഖ്യ വിഷയമായി വരും നാളുകളിൽ ഉന്നയിക്കാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനെ മുൻനിർത്തി BJPയും സംഘപരിവാരവും ഈ രാജ്യത്തെ എങ്ങോട്ടാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഈ തരത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ തീർച്ചയായും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ നെടുംതൂണാവേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഒരു സംഘത്തിന് വിട്ടുവീഴ്ച ചെയ്യുകയും ഒരു സംഘത്തിനോടൊപ്പം ചേർന്ന് കളിക്കുകയും ചെയ്യുന്ന അതിദാരുണമായ കാഴ്ചകളാണോ ഇതിന് പിന്നിൽ എന്നതാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും കൂടുതൽ സത്യങ്ങൾ പുറത്തു വരട്ടെ. രാഹുൽ ഗാന്ധി ഇട്ട ആറ്റം ബോംബ് അത് കൂടുതൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരട്ടെ. അതിനായി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന നല്ലൊരു മുന്നേറ്റമാണ് ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.